പക്ഷേ ഇന്നത്തെ പെരുന്നാൾ സംഭവവികാസങ്ങൾ നൽകുന്ന സൂചന എന്ന് പറയുന്നത് അതിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടും കാണാം, അരാഷ്ട്രീയമായിട്ടും കാണാം. രാഷ്ട്രീയമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ക്ഷമിക്കണം, ഇതിൻ്റെ എക്കോ ഭയങ്കര, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങളത് താങ്കൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാനിപ്പോൾ നമുക്കിതിനെ രണ്ട് ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്തെടുക്കാം. ഒരു രാഷ്ട്രീയമായിട്ട് എടുക്കാം, അരാഷ്ട്രീയമായിട്ട് എടുക്കാം. രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ 1981 കെ കരുണാകരൻ, 81 അവസാനം കെ കരുണാകരൻ UDF രൂപീകരിച്ചത് തന്നെ സാമുദായിക സംഘടനകളുടെ ഒരു കോൺഫെഡറേഷൻ പോലെയായിരുന്നു. അല്ലാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെ സമാന ഐഡിയോളജി ഷെയർ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടന എന്നുള്ള നിലയ്ക്കല്ല ഐക്യജനാധിപത്യ മുന്നണി കെ കരുണാകരൻ സ്ഥാപിച്ചത്. അതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസുകൾ, അന്നത്തെ ഈഴവ സമുദായത്തിൻ്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന SRP, NDP തുടങ്ങിയ കക്ഷികളായിട്ട്. അപ്പോൾ ഇതെല്ലാം സാമുദായിക അടിസ്ഥാനപരമായിട്ട് സമുദായങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കേരള കോൺഗ്രസുകൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും SRP, NDP എല്ലാം അടിസ്ഥാനപരമായിട്ട് ഓരോരോ സമുദായങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ അന്ന് ഈ ഐക്യജനാധിപത്യ മുന്നണി രൂപീകരിച്ചത് തന്നെ ഈ സാമുദായിക ശക്തികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ CPM നേടാൻ കെ കരുണാകരൻ അടക്കമുള്ള ആളുകൾ ഉദ്ദേശിച്ചത്. ശരിക്കും അങ്ങനെയാണ് UDF രൂപീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഏതാണ്ട് 2000 കരുണാകരനും ആന്റണി ഈ ദ്വന്ദ്ങ്ങൾ പോകുന്നത് വരെ യഥാർത്ഥത്തിൽ CPM ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഈ സാമുദായിക ശക്തികളായിട്ടുള്ള ബന്ധം ശരിക്കും CPM അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഈ MP രാഘവൻ ബദൽ രേഖ കൊണ്ടുവന്ന് അതിനൊക്കെ EMS അടിച്ച് പുറത്ത് ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എക്കാലവും സാമുദായിക സംഘടനകളായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുകയും സാമുദായിക സംഘടനകളുടെ ഒരു കോൺഫെഡറേഷൻ കൂടി ആകുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നവരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തലപ്പത്തുണ്ടായിരുന്നവർ. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവായാലും KM മാണി സാറായാലും PJ ജോസഫ് ആയാലും അതിനു മുമ്പ് NDPയുടെ SRPയുടെ ഒക്കെ നേതാക്കളായാലും എല്ലാവരും അങ്ങനെ തന്നെ. അവർക്കെല്ലാം കൃത്യമായ സാമുദായിക അഫിലിയേഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, UDFിൻ്റെ നേതാക്കളിൽ കോൺഗ്രസ് കെ കരുണാകരൻ, AK ആന്റണി ഒഴിച്ചു നോക്കിയാൽ എല്ലാവർക്കും കൃത്യമായ സാമുദായിക അഫിലിയേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊരിക്കലും ഏതെങ്കിലും സമുദായത്തിൻ്റെ വക്താക്കളായിരുന്നില്ല. ഇപ്പോൾ KM മാണി സാറൊന്നും ഏതെങ്കിലും സമുദായം, അദ്ദേഹം വളരെ കത്തോലിക്ക സഭയോട് വളരെ ആത്മബന്ധമുള്ളതാണെങ്കിൽ അദ്ദേഹം എല്ലാ ജനങ്ങളുടെ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ആ ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് എക്കാലം ഉണ്ടായത്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ സാമുദായിക നേതാക്കൾ തിണ്ണനിറങ്ങുക അതൊന്നും ഒരു രാഷ്ട്രീയ ഒരു അതിൻ്റെ ഒരു ഭാഗമേ ഇല്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഐക്യജനാധിപത്യ UDF എന്ന് പറയുന്നത് സാമുദായിക സംഘടനകളിൽ സാമുദായിക നേതാക്കളും അല്ലെങ്കിൽ സാമുദായിക വിഭാഗങ്ങളായിട്ട് വളരെ ആത്മബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ മുന്നണി തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഈ NSSന് ഇപ്പോൾ കോൺഗ്രസിൽ നേരത്തെ ഉമ്മൻചാണ്ടി സാറായിട്ട് അവർക്ക് നല്ല ബന്ധമായിരുന്നു. NSSും ഉമ്മൻചാണ്ടിയോട്ട് അടുത്തപ്പോൾ ഉമ്മൻചാണ്ടിയില്ല. പിന്നെ അവർക്ക് അടുത്ത ബന്ധമുള്ള ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല അവരുടെ പരിപാടിക്ക് വിളിക്കുന്നു. ഇപ്പോൾ VD സതീശനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ വിളിച്ചില്ലേ? എന്തുകൊണ്ടാണ് മോൻസ് ജോസഫിനെ വിളിക്കാത്തതെന്ന് നിങ്ങൾ ചോദിക്കാത്തത് എന്താ? ഫ്രാൻസിസ് ജോർജിനെ വിളിച്ചു എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളിനെ വിളിച്ചില്ലെന്ന്. അതുപോലെ അത്രേ വ്യത്യാസമുള്ളൂ ഈ രമേശ് ചെന്നിത്തലയെ വിളിക്കുക, VD സതീശനെ വിളിക്കുക എന്ന് പറയുന്നത്. കാരണം അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആളുകൾ അവർ വിളിക്കുന്നു. അതാണ് രമേശ് ചെന്നിത്തല NSSൻ്റെ പുത്രനാണെന്നൊക്കെ സുകുമാരനാർ പറയാൻ കാരണം അദ്ദേഹത്തിന് അടുപ്പമുള്ളത് ഒരു പക്ഷേ ഉമ്മൻചാണ്ടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ രമേശ് ചെന്നിത്തല. ഇപ്പോൾ AK ആന്റണി സാറ് രാഷ്ട്രീയത്തിലില്ല, അദ്ദേഹം രാഷ്ട്രീയത്തിൽ മാറിയിരിക്കണം, പരിപാടികൾക്കൊന്നും പോകാറില്ല. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഒരു സീനിയർ നേതാവ് എന്ന് പറയുന്ന ആരാ ഉള്ളത് പിന്നെ പാർട്ടിയിൽ? വളരെ കൃത്യം സ്പെസിഫിക് ആയിട്ട് ആരാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു സീനിയർ നേതാവ് എല്ലാ സമുദായങ്ങളായിട്ട് അടുപ്പമുള്ള ആള്? അത് രമേശ് ചെന്നിത്തല തന്നെയാണ്. നാളെ ചിലപ്പോൾ അപ്പോ സ്വീകാര്യൻ, സർവതന്ത്ര സ്വീകാര്യനായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിക്കുന്ന ഫേസ് ആയിട്ട് ആര് വരും എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള മൗലികമായ ചോദ്യം. ഇപ്പോ അല്ലാതെ NSSൽ പോകുന്നതോ SNDPയിൽ പോകുന്നതോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ സമസ്ത അവരുടെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് രമേശ് ചെന്നിത്തലയെ, SNDP മുക്തകണ്ഠം പ്രശംസിക്കുന്നത് രമേശ് ചെന്നിത്തലയെ, NSS മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നത് ചെന്നിത്തലയെ, ഞങ്ങളുടെ പുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ചെന്നിത്തലയെ. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണം UDFനെ എന്ന ആ ഓട്ടത്തിൽ ഒരല്പം ഒരു ചുവട് മുന്നിലെത്താൻ രമേശ് ചെന്നിത്തല ഇത് സഹായിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അല്ലാതെ അവരിപ്പോ NSS ആസ്ഥാനത്ത് പോകുന്നതും പോകാതിരിക്കുന്നതും കൺസേൺ ഉണ്ടാക്കേണ്ട കാര്യമല്ല. ഒരു പക്ഷേ അത് അദ്ദേഹത്തെ സഹായിച്ചേക്കാം, സഹായിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് അതൊരു അപ്പർ ഹാൻഡ് കൊടുത്തേക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് UDFനെ നയിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സിങ് താങ്കൾ ഈ പറഞ്ഞ പ്രോസസ്സിംഗ് അല്ല.
കോൺഗ്രസിനെ യു ഡി എഫിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് യു ഡി എഫിലെ ഘടകകക്ഷികളിലെ ഉന്നത നേതാക്കളെ ഉന്നതാധികാര സമിതി ഉൾപ്പെടുന്ന അവരുൾപ്പെടുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഒരിക്കലും സമുദായ നേതാക്കന്മാരുടെ പിന്തുണയൊന്നുമല്ല. പക്ഷേ സമുദായ നേതാക്കന്മാർ പൊതുവേ ഇപ്പം 1996 കെ കരുണാകരൻ ഈ CPM തുറന്ന പിന്തുണ NSS കൊടുത്തു. തുറന്ന പിന്തുണ. കാരണം AK ആന്റണിയെ നേതൃത്വം നൽകുന്ന UDF തോൽപ്പിക്കണമെന്ന് മന്നസമാധിയിൽ പ്രതിജ്ഞയെടുത്തവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് അന്ന് CPM അതിനെ എന്താ പറയുക 1000 കൈകൾ നീട്ടിയാണ് സ്വീകരിച്ചത്. അതപ്പോൾ ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ UDF ആര് നയിക്കണം തീരുമാനിക്കുന്നത് ശരി.